പ്രിയ ദേശനിവാസികളെ, ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമം ഈ ദേശത്ത് ഘോഷിക്കുന്നു. യേശുക്രിസ്തുവിൽ കൂടെ ദൈവം നിങ്ങൾക്ക് നൽകി തരുന്ന ആത്മീയ അനുഗ്രഹങ്ങളും നിങ്ങളുടെ പാപമോചനവും ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഒരിക്കൽ ഒരു ട്രെയിൻ യാത്രയിൽ വെച്ച് എൻ്റെ സ്നേഹിതൻ കണ്ടുമുട്ടിയ ഒരു അമ്മച്ചി പറഞ്ഞ സാക്ഷ്യം ഒന്ന് പറയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതായത്, എൻ്റെ ഒരു സ്നേഹിതൻ ഏതാണ്ട് 10-15 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് KK എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ശ്രദ്ധയ്ക്കിനെ ഞങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമമാണ് ഇവിടെ ഘോഷിക്കുന്നത്. അപ്പോൾ തൻ്റെ യാത്രയിൽ ഒരു ഹിന്ദു മതവിശ്വാസിയായിരിക്കുന്ന ഒരു നല്ല കുലീനത്വമുള്ള ഒരു അമ്മച്ചി തന്നോട് കൂടെ യാത്ര ചെയ്യുവാനുണ്ട്. അവർ തമ്മിൽ പരിചയപ്പെട്ടു. അപ്പോൾ ഈ അമ്മച്ചി പറഞ്ഞ ഒരു സാക്ഷ്യമുണ്ട്. എൻ്റെ കുഞ്ഞ്, ഞാൻ ഡൽഹിക്ക് പോവുകയാണ്. എൻ്റെ 3 ആൺകുട്ടികൾ അവിടെയുണ്ട്. അവർ വളരെ മനോഹരമായിട്ടും വളരെ സമ്പന്നരായിട്ടും നല്ല കുടുംബജീവിതവും നയിച്ചുകൊണ്ട് ആ സമ്പന്നന്മാർ താമസിക്കുന്ന അശോക കോളനിയിൽ താമസിക്കുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ അവിടെ പോകും. എൻ്റെ ഭർത്താവ് എൻ്റെ വീട്ടിലുണ്ട്. ഞങ്ങൾക്ക് ഇന്നേവരെ ആരോഗ്യത്തിന് പ്രശ്നമില്ല. ഞങ്ങൾ എല്ലാവരും സന്തോഷമുള്ളവരാണ്. ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറഞ്ഞു. എന്നാൽ ഭൂമിയിലെ ജീവിതത്തെ പറ്റി മാത്രമല്ല ഞങ്ങൾ പറയുന്നെങ്കിലും ഒരു മർമ്മം നിങ്ങളോട് പറയാൻ ഞാൻ ആശിക്കുന്നു. ഈ അമ്മച്ചി പറഞ്ഞ ഒരു സാക്ഷ്യം ഗവൺമെന്റ് ഓഫീസേഴ്സും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഒക്കെയുമുള്ള അല്ലെങ്കിൽ മറ്റു വിധമായിരിക്കുന്ന അനുഭവത്തിൽ ജീവിക്കുന്നവരൊന്ന് അറിയണം. പ്രിയപ്പെട്ടവരെ, എന്താണ് നമ്മുടെ കുടുംബം തകർന്നു പോകുന്നത്? എന്താണ് നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത ഇല്ലാത്തത്? എന്താണ് നീ മദ്യപാനത്തിൽ ആകർഷനായിട്ടിരിക്കുന്നത്? നീ എല്ലാ ഉദ്യോഗമുണ്ടെങ്കിലും എന്തൊക്കെ കാര്യമുണ്ടെങ്കിലും നിനക്ക് സ്വസ്ഥതയില്ലല്ലോ. നിന്റെ ഏകാന്തതയിൽ രാത്രികാലം നീ ഭവനത്തിലേക്ക് പോകുമ്പോൾ നിരാശനാണ്, കുറ്റബോധമുള്ളവരാണ്. കാരണം ഈ അമ്മച്ചിയുടെ സാക്ഷ്യത്തിലുണ്ട്. അമ്മച്ചി പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഒരു ഉയർന്ന ഗവൺമെന്റ് ഓഫീസർ ആയിരുന്നു. അദ്ദേഹത്തിന് ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി മേടിക്കാവുന്ന ഒരു തസ്തികയായിരുന്നു. ആ തസ്തികയുടെ പേര് ഞാൻ മറന്നുപോയി. എന്നിട്ട് പറഞ്ഞു, ഈ ഭർത്താവും അദ്ദേഹത്തിന് അതേ തസ്തികയിലുള്ള മറ്റു കൂട്ടുകാരുമുണ്ട്. അപ്പോൾ മറ്റു കൂട്ടുകാരൊക്കെ കൈക്കൂലി മേടിക്കും. എന്ത് കൈക്കൂലി മേടിക്കും? ഓരോ വർക്ക് കഴിയുമ്പോഴും ലക്ഷക്കണക്കിന് രൂപ ഈ ഭർത്താവിന്റെ കൂട്ടുകാരെ കൈക്കൂലി മേടിക്കുമായിരുന്നു. അവർക്കെന്താണ്, ഇഷ്ടം പോലെ കാറുകൾ, ആഗ്രഹിച്ച കാറുകൾ, ആഗ്രഹിച്ച ആഭരണങ്ങൾ, വീടെന്താണ് സമ്പൽ സമൃദ്ധി കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഈ ഭാര്യ, ഈ അമ്മച്ചി അന്ന് ചെറുപ്പക്കാരിയായിരുന്നു. ഈ അമ്മച്ചി തന്റെ ഭർത്താവിനോട് പറഞ്ഞു, അവരൊക്കെ കണ്ടോ എത്ര ഭംഗിയായിട്ടാണ് ജീവിക്കുന്നത്, അവർക്കൊക്കെ ഇഷ്ടം പോലെ കാറുകളുണ്ട്, ഇഷ്ടം പോലെ സമ്പത്തുകളുണ്ട്, പക്ഷെ നമുക്കൊന്നുമില്ല. നിങ്ങൾക്കും അവരെ പോലെ കൈക്കൂലി മേടിച്ചുകൂടിയോ? നിങ്ങൾക്കും അവരെ പോലെ ഇങ്ങനെ കൈക്കൂലി മേടിച്ചാൽ നമുക്കും സമ്പത്തോടു കൂടെ ജീവിക്കത്തില്ലയോ എന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് ചോദിച്ചിരുന്നു. എന്നാൽ എൻ്റെ ഭർത്താവ് അന്ന് എന്നോട് പറഞ്ഞു, അടി, നമുക്ക് ദൈവം ഒരു കൂലി തരുന്നുണ്ട്. എൻ്റെ ജോലിയുടെ എൻ്റെ അധ്വാനത്തിന്റെ ഫലം ദൈവമാണ് തരുന്നത്. നമുക്ക് അതിനപ്പുറം ഒരു പൈസ പോലും വേണ്ട. ഇതുള്ളത് കൊണ്ട് ഇത് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 1 രൂപ പോലും കൈക്കൂലി മേടിക്കാത്ത ഈ ഭർത്താവ് അവരെന്താണ് പെൻഷൻ പറ്റി ഇപ്പോഴെന്താണ് തൻ്റെ 3 ആൺമക്കളും മനോഹരമായിരിക്കുന്ന ജീവിതം നയിക്കുകയാണ്. ആ ആൺമക്കൾക്ക് ആർക്കും മദ്യപാനമില്ല, അവർക്കാർക്കും കുടുംബ തകർച്ചകളില്ല. അവരും അവരുടെ കുഞ്ഞുങ്ങളും സമാധാനത്തോടെ സമ്പന്നന്മാരുടെ കോളനിയായിരിക്കുന്ന അശോക നഗറിൽ ജീവിക്കുന്നു, ഡൽഹിയിൽ. അപ്പോൾ എന്നിട്ട് ഈ അമ്മച്ചി പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, അന്ന് കൈക്കൂലി മേടിച്ച് തിന്നും കുടിച്ച് മദ്യപിച്ചും ആ കൈക്കൂലി മേടിച്ചിട്ട് ഇഷ്ടം പോലെ പണവും കാറും മേടിച്ചവരുടെ മക്കളെല്ലാം മുടിഞ്ഞു പോയി ഈ അമ്മച്ചി പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതൊരു മർമ്മമാണ്. ദൈവം നമ്മുടെ കൂലി തരുന്നുണ്ട്. കൈക്കൂലി മേടിക്കുക, അല്ലെങ്കിൽ എന്താണ് മറ്റുള്ളവരെ ബലാത്കാരം ചെയ്യുക, മറ്റുള്ളവരെ കവർന്ന് പണം ഉണ്ടാക്കുക, അതിന്റെ എല്ലാം അവസാനം നമ്മുടെ കുഞ്ഞുങ്ങളുടെ സർവ്വനാശമാണ്. പ്രിയപ്പെട്ടവരെ, ആകിയാൽ മക്കളെ സ്നേഹിക്കുന്ന പിതാക്കന്മാരുണ്ടെങ്കിൽ നിങ്ങൾ ആരുമായിക്കോട്ടെ, രാജാക്കന്മാരോ പ്രഭുക്കന്മാരോ മന്ത്രിമാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസേഴ്സോ യാചകന്മാരോ കൂലിപ്പണിക്കാരോ മുതലാളിമാരോ ആരെങ്കിലും ആയിക്കോട്ടെ, കോൺട്രാക്ടേഴ്സോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ, അപ്പന്മാരെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ, അമ്മമാരെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞങ്ങളെ അല്പനേരം ഒന്ന് കേട്ടിരുന്നാൽ നിങ്ങൾക്ക് നന്നായിരുന്നു. നോക്ക് പ്രിയപ്പെട്ടവരെ, അതായത് പാപത്തിന്റെ ശമ്പളം മരണമാണ്. ഇതെല്ലാം പാപമാണ്. നമ്മുടെ മനസാക്ഷിക്ക് സമാധാനം കിട്ടുകയില്ല. നിങ്ങൾ നിങ്ങളുടെ നിയമപ്രകാരമല്ലാതെ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ, അസാധാരണമായ രീതിയിൽ ഒരുവനോട് കൈക്കൂലി മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സമാധാനമില്ല, സ്വബോധമില്ല. നിങ്ങൾ മദ്യപാനത്തിന് ആസക്തരായിട്ട് തിരികെയാണ്. നിന്നെ കരുതിയിരിക്കുന്ന, നിന്റെ വരവിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന നിന്റെ ഭാര്യയ്ക്ക് സ്നേഹത്തോടൊരു പുഞ്ചിരി കൊടുക്കാൻ പോലും നിനക്ക് കഴിയത്തില്ല. നോക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ക്ഷണികമല്ലയോ? ഇന്നലെ ജനിച്ചു നാളെ മരിച്ചു പോകുന്ന പുഴുതുല്യമായിരിക്കുന്ന ഒരു ഐസല്ലേ നമുക്കുള്ളൂ. അതേ പ്രിയപ്പെട്ടവരെ, 40, 50, 60, 70 വർഷമൊക്കെ നമ്മളിവിടെ ജീവിച്ചാലും ക്ഷണനേരം കൊണ്ട് തീർന്നു പോകുന്ന ഒരു ജീവിതം മാത്രമേ നമുക്കുള്ളൂ. ഇന്നലെ ജനിച്ചു നാളെ മരിച്ചു പോകും. നോക്കുവിന് ഒരു 60, 70 വയസ്സുള്ള ഒരാളോട് ഞാൻ ചോദിക്കട്ടെ, അല്ലെങ്കിൽ 50 വയസ്സുള്ള ഒരു വ്യക്തിയോട് ചോദിച്ചോട്ടെ, 5ാമത്തെ വയസ്സിൽ നമ്മുടെ അപ്പന്റെ കരം പിടിച്ച് അല്ലെങ്കിൽ അമ്മാച്ചന്റെ കരം പിടിച്ച് ഓലപ്പള്ളിക്കൂടത്തിൽ ഈ എന്ന് എഴുതാൻ പോയത് ഇന്നലെ പോലെ നമ്മൾ ഓർക്കുന്നില്ലയോ? എന്ത് പെട്ടെന്നാണ് നമ്മുടെ 50, 60, 70 വർഷങ്ങൾ കടന്നു പോയത് പ്രിയപ്പെട്ടവരെ. നാളെ നമ്മൾ മരണം വഴിയായിട്ട് വേർപിരിയപ്പെടും.
ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ എല്ലാ പാപങ്ങൾക്കും ന്യായം വിധിക്കുന്ന, നമ്മുടെ എല്ലാ കുറ്റങ്ങളെയും ശിക്ഷ വിധിച്ച് നരകത്തിലേക്ക് തള്ളിക്കളയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി ഉള്ളത് കൊണ്ട് നിങ്ങൾ ദൈവഭയമുള്ളവരായിട്ട് തീരുവിന്. എന്നെ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്, എൻ്റെ രഹസ്യങ്ങൾക്ക് ശിക്ഷ വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് പ്രസംഗിക്കുമ്പോൾ ഞങ്ങൾക്കൊരു കണ്ണുനീര് വരുന്നുണ്ട്, എനിക്കൊരു കരച്ചിൽ വരുന്നുണ്ട്. എൻ്റെ പേര് വിജയഗോപാൽ എന്നാണ്. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ പാപത്തിൽ ജീവിച്ചവനാണ്. അന്ന് ആരും എന്നോട് യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചില്ല, ആരും എന്നോട് യേശുക്രിസ്തുവിനുള്ള പാപമോചനം പറഞ്ഞു തന്നുമില്ല. എൻ്റെ പേര് വിജയഗോപാൽ. 34 വയസ്സ് വരെ ലോകത്തിൻ്റെ പാപത്തിൽ ഞാൻ ജീവിച്ചു. ലോകത്തിൽ ഞാൻ ജ്ഞാനത്തോടും ലോകത്തിൽ ഞാൻ അഹങ്കാരത്തോടും കൂടെ ജീവിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ അനന്തരഫലം ആത്മഹത്യയാണ്. പാപത്തിൻ്റെ അനന്തരഫലം ദുരാത്മമണ്ഡലത്തിൻ്റെ വ്യാപാര ശക്തിയാണ്. അങ്ങനെ 34 വയസ്സുള്ളപ്പോൾ 21 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പാപ സ്വഭാവം കൊണ്ടും അഹങ്കാര ഹൃദയം കൊണ്ടും ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയതാണ് പ്രിയപ്പെട്ടവരെ. ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ച രാത്രിയിൽ ഒരു ദൈവദാസൻ കള്ളു കുടിച്ച് യാക്കോബായ സഭയിലെ കപ്പിയാരായിട്ട് വീട്ടിൽ ഭയങ്കരമായിരിക്കുന്ന സിംഹത്തെ പോലെ ഗർജിച്ച് വഴക്കുണ്ടാക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാനസാന്തരപ്പെട്ടു. അദ്ദേഹം തന്റെ പാപവഴികളെ വിട്ടുതിരിഞ്ഞു, തന്റെ മതഭക്തിയും പൗരോഹിത്യവും വിട്ടുകളഞ്ഞു. യാക്കോബായ സഭയെ ഉപേക്ഷിച്ച് കളഞ്ഞ യേശുക്രിസ്തു എന്ന ഏകരക്ഷകനെ കർത്താവായിട്ട് അംഗീകരിച്ച് പാപമോചനം നേടിയ, ഇപ്പോൾ ശാന്തനും സമാധാനമുള്ളവനുമായിരിക്കുന്ന ഒരു വ്യക്തി എന്നെ തേടി എൻ്റെ വീട്ടിലേക്ക് വരികയാണ്. ആ മനുഷ്യൻ എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് എന്നോട് പറയുകയാണ്, വിജയ, കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ പ്രാർത്ഥിപ്പാൻ ഇരിക്കുമ്പോഴൊക്കെ നിന്റെ മുഖമാണല്ലോ തെളിഞ്ഞു വരുന്നത്. നീ പുറമേ സന്തോഷവാനാണെങ്കിലും നിന്റെ ഉള്ളം മരിച്ചാൽ മതി എന്നായിട്ടില്ലയോ? ഞാൻ പറഞ്ഞു, മരിപ്പാൻ തീരുമാനിച്ചിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാം പുറമേ കാണിക്കുന്ന ഈ പൗരുഷത്വങ്ങളേ ഉള്ളൂ, പുറമേ കാണിക്കുന്ന ഉന്നത പാപങ്ങളും വെല്ലുവിളികളും മാത്രമേ നിനക്കുള്ളൂ. നിന്റെ ഏകാന്തതയിൽ നീ എത്ര ഉയർന്നവനായാലും ശരി, നിന്റെ ഏകാന്തതയിൽ നീ ദുഃഖിതനാണ്, ഏകാന്തതയിൽ നീ വേദനയുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, നരേന്ദ്രമോദി സാറുമായിട്ട് നമ്മളൊരു സ്നേഹബന്ധത്തിലായിക്കോട്ടെ, അദ്ദേഹം നമ്മുടെ വീട്ടിൽ വന്ന് 2 മാസം താമസിക്കട്ടെ, അദ്ദേഹത്തിന്റെ ഹൃദയ രഹസ്യങ്ങളെല്ലാം നമ്മളോട് പറയുവാൻ അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ അദ്ദേഹത്തിന്റെ കണ്ണുകളും ഈറനണിയത് നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന് നമ്മളെപ്പോലെ ഒരു ആത്മാവുണ്ട്, നമ്മളെപ്പോലെ വേദനിക്കുന്ന ഒരു ഹൃദയമുണ്ട്. ആട്ടെ, പിണറായി വിജയൻ സാറാണെങ്കിലും നമ്മുടെ വീട്ടിൽ വന്ന് ഇങ്ങനെ നമ്മളുമായിട്ട് ഒരു കൂട്ടുകെട്ടുണ്ടായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏകാന്തതയിൽ അദ്ദേഹവും കണ്ണുനീരോടെ പറയും, ഒരു സമാധാനവുമില്ല. നമ്മളെ ഭരിക്കുന്ന പുരോഹിതന്മാരില്ലയോ, അത് പള്ളിയായാലും ക്ഷേത്രമായാലും, ആ പുരോഹിതന്മാരുടെ ഏകാന്തതയിൽ വ്യക്തിപരമായിട്ട് അവരോട് സംസാരിച്ച് അവനും പറയും, കുഞ്ഞ്, ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല, ഞാനും സമാധാനമില്ലാത്തവനാണ്. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും കഠിനമായിരിക്കുന്ന വേദനയിൽ കൂടെ കടന്നു പോകുന്നു. എന്തുകൊണ്ടാണ് ഇതിന്റെ കാര്യമെന്തെന്നറിയാമോ? പ്രിയപ്പെട്ടവരെ, തിന്നും കുടിച്ചും ആനന്ദിച്ചും കൈക്കൂലി മേടിച്ചും മറ്റുള്ളവരെ കവർന്നും മറ്റുള്ളവരെ ബലാത്കാരം ചെയ്തും ഈ ലോകത്തിൽ ഒരു ദിവസം നമ്മൾ മരിച്ചു പോകുമെന്ന് നിങ്ങൾ അറിയണം. മരണമുണ്ടെങ്കിൽ അതിനപ്പുറം ഒരു ന്യായവിധിയുണ്ട്. ആകിയാൽ ഞങ്ങൾ അറിയുന്ന ഈ ന്യായവിധിയെ പറ്റി, ഞങ്ങൾ കിട്ടിയിരിക്കുന്ന പാപമോചനത്തിനെ പറ്റി ഞങ്ങൾ സകല ജാതികളുടെയും ഇടയിൽ ഘോഷിക്കുമ്പോൾ നിങ്ങൾ അല്പനേരം ശ്രദ്ധ വെച്ച് കേട്ടുകൊള്ളുവിന്. ഉന്നത പാപങ്ങളെ താഴ്ത്തി, മതഭക്തികളെ വിട്ട്, നിങ്ങളുടെ നഗള ഹൃദയങ്ങളെ താഴ്ത്തി, ഞാൻ ഇന്നലെ ജനിച്ചവനാണ്, നാളെ മരിച്ചു പോകുന്നവനാണ്, എനിക്കൊരു ന്യായവിധി ഉണ്ടെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി ഒന്ന് അറിയണം. ഞാൻ പാപം ചെയ്തു പോയ മനുഷ്യനാണ്, മനുഷ്യരോടും ദൈവത്തോടും പാപം ചെയ്തവനാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ, പാപത്തിന്റെ ശമ്പളം നരകമാണെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി ഒന്ന് കേൾക്കണം. അതേ പ്രിയപ്പെട്ടവരെ, ഒരു 20 മിനിറ്റ് നിങ്ങൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും. നിങ്ങൾ ഇന്നേവരെ ചോദിച്ച അനേക ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുവാൻ കഴിയും. ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും എന്താണ് എൻ്റെ ദുഃഖമെന്ന് ചോദിക്കുന്ന അമ്മച്ചിമാരോട് പറയട്ടെ, അതിൻ്റെ ഉത്തരം ഇന്ന് ഞങ്ങളുടെ വായിൽ നിന്ന് നിങ്ങൾക്ക് തരും. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ പാപമാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് കൈക്കൂലി മേടിക്കുന്നത്? എന്തുകൊണ്ടാണ് മദ്യം കഴിക്കുന്നത്? എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത്? പ്രിയപ്പെട്ട, ഇതിൻ്റെ എല്ലാം ഒരു ഉത്തരമുണ്ട്, ചരിത്രമുണ്ട്. ഈ ഭൂമിയിൽ 6000 വർഷത്തെ ചരിത്രം മാത്രമേ ഉള്ളൂ. ഇത് അതിനു മുമ്പ് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, നിങ്ങളെല്ലാം പുറമെ സന്തോഷവാന്മാരാണ്. നോക്ക് പ്രിയപ്പെട്ടവരെ, ഓർമ്മ വെച്ച നാൾ മുതൽ മരണഭീതിയിലാണ്. നാളെ പറ്റിയുള്ള ഭാരങ്ങൾ, കടബാധ്യതകൾ, കുഞ്ഞുങ്ങളെ പറ്റിയുള്ള വിലാപങ്ങൾ, മരണഭീതികൾ, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂമി കുലുക്കങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, ഈ ലോകം മുഴുവൻ നാശോന്മുഖമായിട്ട് തീരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടില്ലയോ, ദൈവമാണ് ഇതിന്റെ ഉത്തരവാദി. കൊറോണ അയച്ചത് ആരാണ്? ദൈവമാണ്. ഈ പ്രകൃതിക്ഷോഭം ഉണ്ടാക്കിയത് ആരാണ്? ദൈവമാണ്. ഇതാ ചില ഒരു ബിരുദൻ ഒരിക്കൽ ഞങ്ങളുടെ കുട്ടനാട്ടി വെച്ച് തന്നെ ചോദിച്ചു, ഒരു ദൈവമുണ്ടെങ്കിൽ, ദൈവ സ്നേഹമാണെങ്കിൽ വയനാട്ടിൽ ഉരുള് പൊട്ടിച്ചത് എന്തിനാണ്? ഡാം തകർത്ത് കളയുന്നത് എന്തിനാണ്? പ്രിയപ്പെട്ടവരെ, ദൈവം ഇതൊന്നും ചെയ്യത്തില്ല. നീ ഒരു മദ്യപാനിയാണെങ്കിലും നിന്റെ കുഞ്ഞിനെ നീ നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുവോ? നീ ഒരു മദ്യപാനാണെങ്കിലും നിന്റെ കുഞ്ഞ്, നീ ഒരു കൊലപാതകയാണെങ്കിലും നിന്റെ കുഞ്ഞ് കരയുമ്പോൾ നിന്റെ ഹൃദയം അലിവുള്ളതായിട്ട് തീരത്തില്ലയോ? എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ സർവ്വഭൂമി നശിച്ചു പോകാനുള്ള കാരണം എന്താണെന്നറിയാമോ? യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. ഈ 2 മക്കൾ മഹാസമ്പന്നരായിരുന്നു കേട്ടോ. ഈ 2 മക്കള് അപ്പന്റെ മടിയിൽ 100 കണക്കിന് വേലക്കാരുടെ ശുശ്രൂഷയേറ്റ് രാജകുമാരന്മാർ പോലെ കഴിഞ്ഞിരുന്നു. അവരല്ലറിഞ്ഞില്ല, അവർ ദുഃഖം അറിഞ്ഞില്ല, പട്ടിണിയും വേദനയും അറിഞ്ഞില്ല. എന്നാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഇളയ മകൻ അപ്പനോട് പറഞ്ഞു, അപ്പ എനിക്ക് തരേണ്ടുന്ന ഈ സ്വത്ത് ഇങ്ങ് തരണമെന്ന് പറഞ്ഞു, വീതം തരണമെന്ന് പറഞ്ഞു. അപ്പൻ ആ സ്വത്ത് വീതം വെച്ച് ഒരു ഭാഗം തന്റെ ഇളയ മകന് കൊടുത്തു. ആ മകൻ ആ വസ്തു
വിറ്റ് ആ പണവും ഏറ്റുകൊണ്ട് ദൂരദേശത്തേക്ക് പോവുകയാണ്. അതേ വളരെ ദൂരദേശത്തേക്ക് കടന്നുപോയിട്ട് ആ പണം മുഴുവൻ തൂർത്തടിച്ച് നശിപ്പിച്ചു. കള്ളു കുടിച്ചും വെറുക്കുത്തിലെ കൂടെ ഒരു ചെല്ലിക്കാശ് പോലും ഇല്ലാതെ അവൻ ദരിദ്രനായിട്ട് തീർന്നു. അവനായിരുന്ന ദേശത്ത് കഠിനമായിരിക്കുന്ന ക്ഷാമം വന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അവർ ജോലി അന്വേഷിച്ചപ്പോൾ പ്രിയപ്പെട്ട ഒരു പന്നി ഫാമിൽ പന്നിയെ തീറ്റുന്ന വയലിൽ അവന് ജോലി കിട്ടി. പന്നിയുടെ ഏറ്റവും ദുർഗന്ധപൂർണ്ണമായിരിക്കുന്ന അനുഭവത്തിൽ ആ പന്നി തിന്നുന്ന ഏറ്റവും ക്ലേശകരമായിരിക്കുന്ന ഏറ്റവും വെറുപ്പുളവാക്കുന്ന ഭക്ഷണം തിന്നാൻ പോലും അവൻ കൊതിച്ചു, പക്ഷെ കിട്ടിയില്ല. ഈ മകൻ ഇപ്പോൾ ഇങ്ങനെയായി തീരേണ്ട കാര്യം എന്താണ്? ഈ രാജകുമാരനായിരിക്കുന്ന മകൻ ഈ പന്നിക്കൂട്ടിൽ കടക്കേണ്ടി വന്നതിന്റെ കാരണം എന്താണ്? അവന്റെ അപ്പനാണോ? അല്ല, അപ്പനെ വിട്ടു പോയതാണ് പ്രിയപ്പെട്ടവരെ. അപ്പന്റെ അടുക്കൽ നിന്ന് അവൻ അകന്നു പോയത് കൊണ്ടാണ് അവൻ ഈ നശിച്ചു പോയതെങ്കിൽ ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചതിന് ശേഷം 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ അതേ രൂപത്തിലും സാദൃശ്യത്തിലും ദൈവം മണ്ണുകൊണ്ടൊരു മനുഷ്യനെ സൃഷ്ടിച്ച് ഈ ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന ഏതൽ നിർത്തി അവനെ അനുഗ്രഹിച്ചു. സർവ്വഭൂമിയുടെ മേലും അവൻ അധികാരം കൊടുത്തു. അവനിൽ നിന്ന് തന്നെ ഭാര്യയെ കൊടുത്തു. സന്താന പുഷ്ടിയുള്ളവരായിട്ട് ഭൂമി നിറയുവാൻ അനുഗ്രഹിച്ചു. എന്നാൽ ആ മനുഷ്യൻ പാപം ചെയ്തു. അവൻ ദൈവത്തിന്റെ കൽപ്പനയെ നിഷേധിച്ച് അവൻ താൽക്കാലികമായിരിക്കുന്ന സന്തോഷവും താൽക്കാലികമായിരിക്കുന്ന സുഖവും കണ്ടെത്തി. അവന് ലോകത്തിനെ സ്നേഹിക്കുകയും സാത്താനെ അനുസരിക്കുകയും ചെയ്ത വഴി ആത്മാവിൽ അവൻ വിശുദ്ധിയിൽ മരിച്ച് ദൈവത്തിന്റെ മകൻ എന്നുള്ള പദവിയിൽ മരിച്ച് ആത്മാവിൽ പാപിയും സാത്താന്റെ സന്തതിയുമായിട്ട് രൂപാന്തരം ചെയ്യപ്പെട്ടു. മനുഷ്യന് ദൈവം കൊടുത്ത സകല ഭൂമികളും സകല അധികാരങ്ങളും സാത്താന്റെ അധികാരത്തിന്റെ കീഴിലേക്ക് വന്നു. അങ്ങനെ സർവ്വഭൂമിയും പിശാചിന്റെ അധികാരത്തിലേക്ക് വന്നു. മോഷ്ടിപ്പാനും മുടിപ്പാനും അറപ്പാനും അല്ലാതെ ദുഷ്ടം വരുന്നില്ല. അങ്ങനെ നശിച്ചു പോയവർക്ക് മരിച്ചു പോയവർക്ക് ജീവൻ തരുവാനത്രേ യേശുക്രിസ്തു ലോകാവസാനം ലോകത്തിലേക്ക് വന്നത്. അങ്ങനെ ആ ഏകപുരുഷന്റെ രക്തത്തിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും ഇന്ത്യക്കാരനായാലും പാകിസ്ഥാനികളായാലും എല്ലാ മനുഷ്യരും മരണമുള്ള എല്ലാ മനുഷ്യരും ജനിച്ചത് ഈ ഏകപുരുഷനായിരിക്കുന്ന ആദം എന്ന് പറഞ്ഞ ഒറ്റ പുരുഷന്റെ രക്തത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ആരും നീതിമാന്മാരില്ല, ആരും നല്ലവരായിട്ടുമില്ല. എല്ലാവരും ദൈവം മാത്രമേ നല്ലവനായിട്ടുള്ളൂ. എല്ലാവരും പാപം ചെയ്ത് നരകാഗ്നിയിലേക്ക് ഒടുങ്ങിപ്പോകുമ്പോൾ ലോകാവസാനമായിരിക്കുന്ന ഈ സമയത്ത് നമ്മെ സ്നേഹിച്ച കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചുപോയ നമ്മളെ ക്രിസ്തുയേശുവിൽ വീണ്ടും ദൈവത്തിനോട് നിരപ്പിക്കേണ്ടതിന്, നമ്മൾ വീണ്ടും ദൈവത്തിന്റെ മക്കളും വിശുദ്ധന്മാരുമാകേണ്ടതിന് പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവവചനമായിരിക്കുന്ന ക്രിസ്തു അവനൊരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ലോകപ്രിയപ്പെട്ടവരെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില് ആ ഗോൽഗോഥ മലമുകളില് ആകാശത്തിനും ഭൂമിക്കും മധ്യേ 2 കള്ളന്മാരുടെ മധ്യേ നട്ടുച്ചവയിലൊരുത്തൻ തൂങ്ങിക്കിടക്കുന്നത് കണ്ടുപോ. ഓ ഗോഡ് ഈസ് ലവ്, നിന്നോടുള്ള ദൈവത്തിന്റെ സ്നേഹമാണ് ഞങ്ങൾ വരച്ചു കാണിക്കുന്ന ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. അതേ പ്രിയപ്പെട്ടവരെ, ആ യേശു ക്രിസ്തു ആ കഷ്ടമേറ്റ് മരിപ്പാൻ കാരണക്കാരൻ നീയാണ്, ഞാനാണ്, നമ്മൾ ഓരോരുത്തരുമാണ്, എല്ലാ മനുഷ്യരുമാണ്. കാരണം പാപത്തിന്റെ ശമ്പളം മരണമാണെന്ന് ദൈവകോടതിയിൽ എഴുതി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് നോക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാവരുടെ അകൃത്യങ്ങളെ അവൻ ചുമന്നത് വഴി അവന്റെ ശരീരം മുഴുവനും ചാട്ടവാറടിയേറ്റ് തകർക്കപ്പെടേണ്ടി വന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ കുറ്റം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ നിന്ന് ഒരു ദോഷവും ഉണ്ടായിട്ടുമില്ല. അവൻ ജനിച്ചത് പാപമില്ലാത്തവൻ, പാപത്തിന്റെ ലാഞ്ചനയില്ലാത്തവൻ, നോട്ടത്തിലോ പാപത്തിലോ ഹൃദയത്തിലോ പാപം കണ്ടെത്തിയില്ലാത്തവന്, ആ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ ആർക്ക് കഴിയുമെന്ന് വെല്ലുവിളിച്ചവൻ, പാപികളായിരിക്കുന്ന മനുഷ്യരുടെ കരങ്ങളാൽ ഓരോ വട്ടം ചാട്ടവാർ അടിയേറ്റ് തന്റെ ശരീരത്തിലെ മാംസകഷ്ടങ്ങൾ ചിതറിപ്പോകുമ്പോൾ ഒരു പുരുഷൻ കൂടം കൊണ്ട് കല്ലിൽ തട്ടുമ്പോൾ കരിങ്കൽ ചീളുകൾ തെറിച്ചു പോകുന്നത് പോലെ അവന്റെ ശരീരത്തിൽ നിന്ന് മാംസകഷ്ടങ്ങൾ തെറിച്ചു പോകുമ്പോൾ എന്റെ ഉത്തരവാദി നീ. പ്രിയപ്പെട്ടവരെ, നീ നിന്റെ ശരീരത്തിൽ ഇന്ന് ചെയ്ത തെറ്റിന്റെ ശിക്ഷ പോലും 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു നിന്നെ ഓർത്ത് നിനക്ക് വേണ്ടി കഷ്ടമേറ്റെങ്കിൽ ആ ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം വെളിപ്പെട്ട് വന്ന് ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിക്കേണ്ടിയോ? നിങ്ങളെ സ്നേഹിക്കുന്നവർ മാത്രമേ സുവിശേഷം അറിയിക്കത്തുള്ളൂ. നിങ്ങളെ സ്നേഹിക്കാത്തവരെ നിങ്ങളെ സുവിശേഷത്തെ തടയുന്നു. പ്രിയപ്പെട്ടവരെ, അതാരായാലും ശരി, സുവിശേഷത്തെ എതിർക്കുന്നവരെല്ലാവരും നിങ്ങളുടെ ശത്രുക്കളാണ്. നിങ്ങൾ യഥാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഞങ്ങൾ പ്രിയപ്പെട്ടവരെ മൈക്കും തൂക്കി പണത്തിന് ഇറങ്ങി തരില്ല. രാത്രികാലം നിങ്ങൾ തിന്നും കുടിച്ചും ആനന്ദിച്ചും കള്ളു കുടിച്ചും നാളെ ആരെ വഞ്ചിക്കണമെന്നൊക്കെയും ചിന്തിച്ച് രാത്രികാലം കഴിയുമ്പോൾ കണ്ണുനീരോടെ നിലവിളിയോടെ ഞങ്ങളുടെ സുഖങ്ങളും സന്തോഷങ്ങളും നഷ്ടപ്പെടുത്തി ദേശങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടാണ് പ്രിയപ്പെട്ടവരെ രാവിലെ മൈക്കും തൂക്കി ഇറങ്ങുന്നത്. അതുകൊണ്ട് ആരും ഞങ്ങളോട് എതിർത്ത് നിൽക്കാതെ നന്നല്ല പ്രിയപ്പെട്ടവരെ. മക്കളെ സ്നേഹിക്കുന്നവർ ആരും സുവിശേഷത്തെ എതിർക്കല്ലേ. നീ ശ്രദ്ധ വെച്ച് കേൾക്കണം. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, കേൾപ്പാൻ മനസ്സുള്ളവരുടെ അവരുടെ ആ രക്ഷയെ പോലും നീ നഷ്ടപ്പെടുത്തെങ്കിൽ ദൈവക്രോധം നിന്റെ മേൽ വരും. എന്നാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, ആ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു അടിയേറ്റ് തകർക്കപ്പെടുമ്പോൾ അതിനുശേഷം അവർ എടുപ്പാൻ കഴിയാത്തവണ്ണം ഭാരമേറിയ ഒരു മരക്കുരിശും തോളിലേറ്റിക്കൊണ്ട് ഗോൽഗോഥ മലമുകളിലേക്ക് പോകുമ്പോൾ ആ യേശുക്രിസ്തു ചുമന്നു കൊണ്ടുപോയത് നമ്മുടെ ഓരോരുത്തരുടെയും പാപഭാരമാ. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്ത എല്ലാ പാപത്തിന്റെ മാത്രമല്ല, നമ്മൾ ജനിച്ച ആദമിന്റെ പാപം എന്നുള്ള മഹാപാപത്തിന്റെ ഭാരവും യേശുക്രിസ്തു തന്റെ തോളിൽ ചുമന്നുകൊണ്ട് പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ അവൻ തൂക്കിടേണ്ടി വന്നു. അവനെ പരസ്യമായിട്ട് സകല മനുഷ്യർക്കും കാണിക്കവണ്ണം ദൈവം തൂക്കിയെങ്കിൽ ആ പരസ്യമായിട്ട് ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഇവനാണ് നിന്റെ രക്ഷകൻ, ഇവനാണ് നിന്റെ കർത്താവ്, ഇവനാണ് നിന്റെ ദൈവം. നിന്റെ മതഭക്തിക്ക് നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല. നിന്റെ പുരോഹിതന്മാർക്കോ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ ഈ ദൈവകോപത്തിൽ നിന്നെ വീണ്ടെടുപ്പാൻ കഴിയാത്തതുകൊണ്ട്, പാപത്തിൽ നിന്ന് മോചനം തരുവാൻ കഴിയാത്തതുകൊണ്ട് ആ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ നോക്ക് പ്രിയപ്പെട്ടവരെ,
ദൈവത്തിന് മനുഷ്യനോടുള്ള ശത്രുത്വം നീങ്ങിപ്പോയിട്ട് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുണ്ടായിരുന്ന ശത്രുത്വത്തിന്റെ നടുച്ചവർ ഇടിച്ചു കളഞ്ഞിട്ട് ഏത് പാപിക്കും കാഴ്ചകളോ വഴിപാടുകളോ യാഗങ്ങളോ ബലികളോ തീർത്ഥാടനങ്ങളോ നൊയമ്പുകളോ മറ്റു വിധമായിരിക്കുന്ന മതപരമായിരിക്കുന്ന ചടങ്ങുകളോ ഒന്നുമില്ലാതെ വിശ്വസിക്കുന്ന ഏവർക്കും യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചുവെന്ന് ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്ന ഏത് വ്യക്തിക്കും സ്വർഗത്തിലേക്ക് നേരിട്ട് പ്രവേശിപ്പാൻ ദൈവം ജീവന്റെ പുതുവഴി പുതിയ നിയമം ആരംഭിച്ചിരിക്കുന്നു. ആകയാൽ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ദൈവം ഒരുവനേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഏക മധ്യസ്ഥനേ ഉള്ളൂ. നമ്മുടെ പാപത്തിന് പരിഹാര ബലിയായിട്ട് തന്റെ പ്രാണനെ വിട്ടുകൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുമ്പോൾ നോക്കുവിന് ഈ യാഗങ്ങളും ബലികളും നിർത്തിയത് വഴി പൗരോഹിത്യവും എന്നേക്കും നീക്കം ചെയ്തു. അല്ലയോ പുരോഹിതന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ജനങ്ങളെ അല്പമെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ അവരുടെ മുമ്പിലുള്ള വഞ്ചന നിർത്തി മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് പാപമോചനം നേടി ദൈവത്തിന്റെ മക്കളായിട്ട് തീരുവാൻ നിങ്ങൾ മുമ്പേ വരിക, പുറകെ നിങ്ങളുടെ ജനങ്ങളെ പ്രസംഗിക്കുക. നോക്ക് പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറക്കപ്പെട്ടു, അനേക വിശുദ്ധന്മാർ എഴുന്നേറ്റ് വന്നു. അന്നുവരെ മരണത്തിന്റെ അധികാരം സാത്താന്റെ കരങ്ങളിലായിരുന്നു. എന്നാൽ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ മരണത്തിന്റെ അധികാരിയായിരുന്ന സാത്താനെ തകർത്ത് കളഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യേശുക്രിസ്തു തിരികെ വാങ്ങി ലോകത്തിന് മേലും സാത്താന്റെ മേലും അവൻ ജയം പ്രാപിച്ചിരിക്കുന്നു. അവൻ അടക്കപ്പെട്ടു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചത് വഴി ഒരു ഹിന്ദുമത വിശ്വാസത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിലേക്ക് വരികയും വിജയഗോപാൽ എന്ന് പേരോടുകൂടിയ റാന്നി സ്വദേശിയായിരിക്കുന്ന ഞാൻ പ്രസംഗിക്കുന്ന ഈ യേശുക്രിസ്തു ആരാണ്? അവൻ ലോകത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ, സാത്താനെ തകർത്ത് കളഞ്ഞവൻ. അവൻ ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുന്നു. സർവ്വദേശവുമായിട്ടുള്ളവരെ യേശുക്രിസ്തു ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുന്നു. ബൈബിൾ പ്രകാരം അത്രേ ലോകത്തിന്റെ ഓരോ ചലനങ്ങളും സംഭവിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേൽ നടക്കുന്നതും മിഡിൽ ഈസ്റ്റിൽ നടക്കുന്നതും എല്ലാം ഈ ബൈബിൾ പ്രകാരമാണ്. അതിനെ ജയിപ്പാൻ ആർക്കും കഴിയത്തില്ല, അതിനെ തോപ്പിക്കുവാനും ആർക്കും കഴിയത്തില്ല. ആ വചനം കണ്ടെത്തി അനുസരിക്കുന്നതാണ് ഏത് ബുദ്ധിമാന്റെയും ഒന്നാമത്തെ ലക്ഷണം. അതേ, നമ്മൾ മരിച്ചതിന് ശേഷം നമ്മളെ ന്യായം വിധിക്കുമ്പോൾ അതായത് മതത്തിന്റേതോ അതായത് പുരോഹിതന്മാരുടെ കള്ള ഉപദേശങ്ങൾ വെച്ചല്ല, എഴുതപ്പെട്ട ബൈബിൾ വെച്ചത്രേ സകല മനുഷ്യരെയും, അത് ഏത് ജാതി മതസ്ഥരാണെങ്കിലും ദൈവം ന്യായം വിധിക്കുന്നത് അത് ദൈവത്തിന്റെ നിയമപുസ്തകമാകുന്നു. ആകിയാൽ യേശുക്രിസ്തു മടങ്ങി വരുവാനുള്ള സമയമായിരിക്കാൽ അല്ലയോ പുരുഷന്മാരും സഹോദരിമാരുമായിട്ടുള്ളവരെ, അല്ലയോ കുഞ്ഞുങ്ങളെ, ഉന്നതന്മാരും ചെരുവരുമായിട്ടുള്ളവരെ, ആ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങൾക്ക് ഇന്നേ വരെ പാപമോചനം ലഭിച്ചിട്ടില്ലെങ്കിൽ അവൻ സകല ജാതി മതസ്ഥരോടും വിശേഷാൽ ക്രിസ്തീയ മതവിശ്വാസികളോടും ക്രിസ്തീയ മത പുരോഹിതന്മാരും ഉൾപ്പെടെയുള്ള എല്ലാ മനുഷ്യരോടും അവൻ കൽപ്പിക്കുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ പൊന്നും വെള്ളിയും എനിക്ക് ആവശ്യമില്ല, ഇതൊക്കെ ഞാൻ സൃഷ്ടിച്ചതല്ലയോ. മാനസാന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നേ വരെ പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത, ഇന്നേ വരെ രാഹുകാലത്തെ പോലും ജയിപ്പാൻ കഴിയാത്ത മതഭക്തികളും പാരമ്പര്യങ്ങളും പൗരോഹിത്യങ്ങളും തള്ളിക്കളഞ്ഞ് നിനക്ക് വേണ്ടി സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് നിന്റെ പാപ പരിഹാര ബലിയായിട്ട് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിപ്പാൻ അവനെ മാത്രമേ ആരാധിക്കാവൂന്നുള്ള ദൈവ ന്യായ പ്രമാണത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരുന്നതാണ് മാനസാന്തരം. അതിനുശേഷം നിങ്ങൾ പാപമോചനത്തിനായിട്ട് സ്നാനമേൽക്കണം. അതേ, വിശ്വസിച്ചിട്ട് വേണം സ്നാനമേൽപ്പാൻ. ഈ സ്നാനത്തെ ക്രിസ്തീയ മത പുരോഹിതന്മാരും ക്രിസ്തീയ മതവിശ്വാസികളും നഖശികാതെ എതിർക്കുമ്പോൾ നിങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ള കാര്യം സത്യമാണ്. അതേ പ്രിയപ്പെട്ടവർ, മാനസാന്തരപ്പെട്ടതിന് ശേഷം നിങ്ങൾ പാപമോചനത്തിനായിട്ട് യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവെന്ന ദാനം തരും. പ്രിയപ്പെട്ടവർ, ഒന്ന് ഓർത്ത് നോക്കിയാൽ പ്രിയപ്പെട്ടവര്, പാപിയായിരിക്കുന്ന ഒന്നിനും കൊള്ളാത്ത ദൈവത്തിനു മുമ്പിൽ ശത്രുവായിരിക്കുന്ന നമ്മുടെ ഉള്ളത്തിലേക്ക് സ്വർഗത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവന്റെ ആത്മാവ് ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ആനന്ദമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്, എന്തോ ഒരു സന്തോഷമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പാപം ക്ഷമിച്ച് കിട്ടിയവനാ ഭാഗ്യവാൻ. പ്രിയപ്പെട്ടവരെ, ലംഘനം ക്ഷമിച്ച് കിട്ടിയവനാ പ്രിയപ്പെട്ടവരെ ഭാഗ്യവാന്. ഇതാ ഞങ്ങളുടെ അടുത്തൊരു പോലീസ് സ്റ്റേഷനുണ്ട്. ഒരുത്തൻ ഒരു പ്രതിപ്പട്ടികയിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവന് സമാധാനമില്ല. എന്നാൽ അവനെ പ്രതിപ്പട്ടികയിൽ നിന്ന് മാറ്റിക്കളഞ്ഞാൽ അവൻ എന്തൊരു സന്തോഷമാണ്, എന്തൊരു സ്വാതന്ത്ര്യമാണ്. നമ്മളെല്ലാവരും പാപം ചെയ്തവരാണ്. എന്നാൽ ആ പാപത്തിന്റെ ശിക്ഷ യേശുക്രിസ്തു ഏറ്റത് വഴി എന്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ നിന്റെ മേലുള്ള പാപക്കറ മുഴുവനും ദൈവം മാറ്റിക്കളയും. പ്രിയപ്പെട്ടവരെ, ഈ വിശ്വാസത്താലുള്ള നീതീകരണത്തിലേക്ക് സകല ജാതികളെ ഞങ്ങൾ വിളിക്കുകയാണ്. ആകിയാൽ മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കുമ്പോൾ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരും. ആ പരിശുദ്ധാത്മാവുള്ള ജനം ആ കർത്താവിനെ നമ്മൾ സ്നേഹിക്കും. ഒരു മണവാട്ടി തന്റെ മണവാളിന് വേണ്ടി വിശുദ്ധിയോടെ കാത്തിരിക്കുന്ന പോലെ ഈ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മടങ്ങി വരുവാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ ഇമ്പങ്ങളെ വിട്ട് ദ്രവ്യാഗ്രഹം വിട്ട് ഈ ലോകത്തിൽ ഞങ്ങൾ ഏതുമില്ലാത്തവരും ഒന്നുമില്ലാത്തവരുമായിട്ട് എല്ലാവർക്കും ചവറായിട്ട് എണ്ണപ്പെട്ടവരായിട്ട് എല്ലാവരുടെ മുമ്പിൽ നിന്നാപാത്രങ്ങളായിട്ട് ആ ക്രിസ്തു അനുഭവിച്ച അതേ അനുഭവത്തിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളുടെ പ്രത്യാശ എന്താണെന്ന് അറിയാമോ? നാളെ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ ഞങ്ങളുടെ ഈ ദ്രവിച്ചു പോകുന്ന ശരീരം അവൻ മാറ്റും. ഞങ്ങൾക്ക് തേജസ്സും തിളക്കമേറിയതുമായിരിക്കുന്ന ഒരു പുതിയ ശരീരം അവൻ തരും. 1000 വർഷം ഞങ്ങൾ ഭൂമിയിൽ ഏകാധിപതിയായിരിക്കുന്ന ക്രിസ്തുവിനോട് കൂടെ വാഴും. അതിനുശേഷം ലോകം അവസാനിക്കുമ്പോൾ ഞങ്ങൾ സ്വർഗത്തിലേക്ക് പറന്നു പോകും. ഇതിനെപ്പറ്റി വൈകിട്ട് 6 മണി വരെ
പ്രസംഗിച്ചാലും തീരത്തില്ല. ജ്ഞാനമുണ്ട്, അധികാരവും അഭിഷേകവുമുണ്ട്. എങ്കിലും ഈ പ്രസംഗം നിർത്തുന്നു. എങ്കിലും കണ്ണുനീരോടുകൂടി ഒരു കാര്യം ഞങ്ങളോട് പറയാം. അപ്പന്മാരെ, അമ്മമാരെ, പുരോഹിതന്മാരെ, രാഷ്ട്രീയക്കാരെ, നേതാക്കന്മാരും രാജാക്കന്മാരുമായിട്ടുള്ളവരെ, നിങ്ങൾ ഇന്ന് ഈ യേശുക്രിസ്തുവിൽ പാപമോചനം നേടാതെയാണെങ്കിൽ, മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് കർത്താവിന് വേണ്ടി കഷ്ടമേക്കാതെ പാപിയായിട്ടാണ് മരിക്കുന്നതെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നതെങ്കിൽ, ഇന്നേക്ക് 1000 വർഷം തികയുന്ന ലോകം അവസാനിക്കും. പറയും, അയ്യോ 1000 വർഷം കഴിഞ്ഞ് ലോകം അവസാനിച്ചാൽ എനിക്കെന്താണ്? ഉണ്ട് പ്രിയപ്പെട്ടവനെ. 1000 ആണ്ട് കഴിഞ്ഞ് ലോകം അവസാനിക്കുന്ന അന്ന് നിന്നെ ഇത് ദഹിപ്പിക്കുകയാണെങ്കിൽ ചാരത്തിൽ നിന്ന്, നിന്നെ അടക്കുകയാണെങ്കിൽ കല്ലറിൽ നിന്ന് ഇതേ രൂപത്തിൽ നീ എഴുന്നേറ്റ് വരും കേട്ടോ. ഇതേ രൂപത്തിൽ എഴുന്നേറ്റ് വരും. എന്നിട്ട് യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ മുമ്പിൽ നിന്ന് ആകാശവും ഭൂമിയും ഓടിപ്പോയി, പിന്നെ അതിനെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃത്തം അവന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകമെന്ന വേറൊരു പുസ്തകം തുറന്നു. മരിച്ചവർക്ക് ഓരോരുത്തർക്കും അവനവന്റെ പ്രവൃത്തിക്കൊത്തവണ്ണം ശിക്ഷാവിധി ഉണ്ടായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നീ രഹസ്യത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും, നിന്റെ ഹൃദയത്തിൽ നിന്റെ എല്ലാ നിരൂപണങ്ങളും അന്ന് പരസ്യപ്പെടുത്തി നിന്നെ നിത്യമായിരിക്കുന്ന നരകാഗ്നിയിലേക്ക് തള്ളിക്കളഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, കണ്ണുനീരോടെ ഞങ്ങൾ പറയുന്നു, നമ്മളെ നരകത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ ആർക്കും കഴിയത്തില്ല. ഒരു പുരോഹിതന്മാർക്കും കഴിയത്തില്ല. ഒരു മന്ത്രിമാർക്കും രാജാക്കന്മാർക്കും സമ്പത്തിനും അധികാരത്തിനും കഴിയത്തില്ല. നമ്മുടെ ആത്മാവ് നരകാഗ്നിയിലേക്ക് എറിയപ്പെട്ട് കഴിഞ്ഞാൽ അതിന് അവസാനമില്ല. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ദുഃഖിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എത്ര കോടി വർഷമെന്നൊരു കണക്കില്ല. പ്രിയപ്പെട്ടവരെ, അന്ന് സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രമില്ല. അതുകൊണ്ട് കാലവും സമയവുമില്ലാത്തത് കൊണ്ട് ആ നരകാഗ്നിയിലേക്ക് വീണ് കഴിഞ്ഞാൽ, എൻ്റെ അപ്പന്മാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നെങ്കിൽ, അവരും ഒരിക്കൽ മരിച്ച നരകാഗ്നിയിലേക്ക് കൊടുക്കപ്പെട്ടാൽ ആ നരകത്തിൽ നിന്ന് അവരെ വീണ്ടെടുപ്പാൻ ആർക്കും കഴിയാത്തത് കൊണ്ട് ഒരിക്കൽ കൂടെ പറയുന്നു, ഉന്നത ഭാവങ്ങളെ താഴ്ത്തുവിൻ, നഗല ഹൃദയങ്ങളെ വിട്ടുകളയുവിൻ, മതഭക്തിയും പൗരോഹിത്യവും ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞ് അവന്റെ രക്തത്താലുള്ള പാപമോചനം നേടി ദൈവത്തിന്റെ മക്കളും വിശുദ്ധരുമായിട്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന നിത്യസ്വർഗത്തിലേക്ക് നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളും ചിറകടിച്ച് പറന്നുയർന്നുകൊള്ളുമെന്ന് ഘോഷിച്ചുകൊണ്ട് ഈ പ്രസംഗം നിർത്തുന്നു. കേട്ട ഏവരെയും യേശുക്രിസ്തു മുഖാന്തരം ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.